ഓട്ടിസവും സെറിബ്രൽ പാൾസിയും കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടിക്ക് പെൻഷൻ നിഷേധിച്ച പഞ്ചായത്ത് അധികൃതർ. കണ്ടാൽ രോഗം തോന്നില്ലെന്ന് പറഞ്ഞാണ് കോഴിക്കോട് കുന്നമംഗലം കമ്മനംപൊയിൽ സരിതയുടെ മകൾ അവന്തികയ്ക്ക് പെൻഷൻ നിഷേധിക്കുന്നത്. ഒറ്റമുറിയുള്ള വാടക വീട്ടിൽ കഴിയുന്ന കുടുംബം കുഞ്ഞിന് ചികിത്സ നൽകാൻ പോലും കഴിയാതെ ദുരിതമനുഭവിക്കുകയാണ്. സെറിബ്രൽ പാൾസി രോഗമായിരുന്നു അവന്തികക്ക് ആദ്യം. ശസ്ത്രക്രിയ നടത്തിയതോടെ അവന്തിക നടന്നു തുടങ്ങി. 6 വയസ്സുള്ളപ്പോൾ ഓട്ടിസവും ബാധിച്ചു. ഇപ്പോൾ സംസാരശേഷിയില്ല. സ്വന്തമായി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കഴിയില്ല. ആരോഗ്യസ്ഥിതി മോശമാകുമ്പോൾ അമ്മ സരിത അവന്തികയെ സ്കൂളിലേക്ക് അയക്കില്ല. മകളുടെ ചികിത്സക്കായി സ്വന്തം കിടപ്പാടം വിറ്റ കുടുംബം ഇപ്പോൾ കുന്നമംഗലത്തിനടുത്ത് ഒറ്റമുറിയുള്ള വാടക വീട്ടിൽ കഴിയുന്നു. ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയുള്ള പെൻഷനുണ്ട്. SSA സ്കോളർഷിപ്പുമുണ്ട്. എന്നാൽ ഇതൊന്നും അവന്തികക്ക് ലഭിക്കുന്നില്ല. പെൻഷനായി പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചപ്പോൾ ലഭിച്ച മറുപടി എന്താണെന്ന് അവന്തികയുടെ അമ്മ സരിത പറയും. പഞ്ചായത്തിൽ നിന്നും ഒരു ആനുകൂല്യമില്ല. അപ്പോൾ പഞ്ചായത്തിന് പെൻഷനൊക്കെ കൊടുത്തപ്പോൾ അതൊന്നും കുട്ടീനെ കണ്ടാൽ ഒരു കുഴപ്പം തോന്നില്ല എന്ന് പറഞ്ഞിട്ട് കിട്ടാതെ ആയതാണ്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ അവളെ കണ്ടതിലൊന്നും തരാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഒരു വെട്ടുകയാണ്. അംഗൻവാടി അധികൃതർ കൃത്യസമയത്ത് വിവരം അറിയിക്കാതിരുന്നതിനാൽ SSAയുടെ ക്യാമ്പിൽ പങ്കെടുക്കാനും അവന്തികക്ക് കഴിഞ്ഞില്ല. ഇതോടെ സ്കോളർഷിപ്പും നഷ്ടപ്പെട്ടു. ഇതേക്കുറിച്ച് കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK സീനത്തിനോട് അന്വേഷിച്ചപ്പോൾ വാർഡ് മെമ്പറോട് ചോദിക്കാനായിരുന്നു ലഭിച്ച മറുപടി. പിന്നെ കിട്ടാത്ത അതിലെന്തെങ്കിലും തടസ്സമുണ്ടോ എന്നുള്ളത് മെമ്പർക്ക് അവർ അറിയിച്ചിട്ടില്ല. ഇപ്പൊ എന്താന്നുള്ളത് കറക്റ്റ് എല്ലാ പേപ്പറും മെമ്പറാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുത്തതെന്ന് പറഞ്ഞു. 14-ാം വാർഡിലാണ് അത് വരുന്നത്. അവന്തികയുടേത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് സാമൂഹ്യ പ്രവർത്തകൻ നൌഷാദ് തെക്കയിൽ പറയുന്നു. നമ്മൾ ഈ വിഷയങ്ങളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട്. ഒരു സഹായമില്ലാതെ വളരെയധികം ദാരിദ്ര്യാവസ്ഥയിൽ നരകിക്കുന്ന കുറേ കുടുംബങ്ങളുണ്ട്. അപ്പോൾ അവരെയൊക്കെ സഹായിക്കേണ്ടത് ഈ ഗവൺമെൻറ്റിൻ്റെയും അല്ലെങ്കിൽ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ചുമതലയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മകൾക്ക് ശരിയായ ചികിത്സ നൽകിയാൽ സംസാരശേഷിയെങ്കിലും തിരികെ കിട്ടുമെന്ന് സരിത വിശ്വസിക്കുന്നു. 55% കൂടുതൽ രോഗമുണ്ടെന്ന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ടും പഞ്ചായത്ത് അധികൃതർക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ ഇനി ആരെ സമീപിക്കുമെന്നാണ് ഈ അമ്മ ചോദിക്കുന്നത്. മുഹമ്മദ് ഷഹീദ്, News 18, കോഴിക്കോട്.